നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി MC ഗഫൂർ ഹാജിയുടെ കൊലപാതക കേസാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. 1.5 വർഷം മുൻപാണ് ഗഫൂർ ഹാജിയുടെ ദുരൂഹ മരണം സംഭവിക്കുന്നത്. പിന്നീട് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. കേസുമായി ബന്ധപ്പെട്ട് മന്ത്രവാദിനിയായ യുവതി ഉൾപ്പെടെ 4 പേരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. മന്ത്രവാദത്തിന് നൽകിയ സ്വർണം തിരിച്ചു ചോദിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ കേസിൽ ഷമീമ എന്ന ജിന്നുമ്മ, ഇവരുടെ ഭർത്താവ് ഉൾപ്പെടെ 4 പേരാണ് പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായിരിക്കുന്നത്. 2014 ഹണി ട്രാപ്പ് കേസിൽ ഉൾപ്പെട്ട ഷമീമ നിരവധി പേരെ സമാനമായ രീതിയിൽ ഹണി ട്രാപ്പിൽപ്പെടുത്തി സ്വർണം തട്ടിയെടുത്ത് പണം ഉൾപ്പെടെ തട്ടിയെടുത്ത കേസിൽ പ്രതിയാണ്. ഈ ജിന്നുമ്മ എന്ന് പറയുന്ന സ്ത്രീ 596 പവനാണ് അവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത്. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ പറയുമായിരിക്കും. 2 വർഷമായി ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ആളാണ് ജിന്നുമ്മ. ഈ ജിന്നുമ്മ ഇത്രയും സ്വർണം അവിടുന്ന് അപഹരിച്ചു, ഈ കുടുംബവുമായി നല്ല ബന്ധങ്ങളുണ്ടാക്കി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്വർണം നഷ്ടപ്പെട്ടത് ഇവർ ലാവിഷായി ജീവിച്ചു, ഇവരുടെ ആഡംബര ജീവിതം ഇത്തരം ഒരുപാട് ആളുകളെ ചീറ്റ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ കൊലപാതകമെന്ന് ഞങ്ങൾ ഉറച്ചു പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ബേക്കൽ DYSP ഒരുപാട് മികവുറ്റൊരു ഉദ്യോഗസ്ഥനാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ 14 മാസം ഈ ഒരു അന്വേഷണത്തിന് വേണ്ട രീതിയിലുള്ള ഒരു ആളുകളെ കണ്ടെത്താനും അതുപോലെ ഇതിന് കൃത്യമായ രീതിയിലൊരു അന്വേഷണം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ചോദ്യചിഹ്നമാണ്. എന്ത് വീഴ്ചയാണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? മികവുറ്റൊരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്തോ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് 2 മാസം കൊണ്ടാണ് DCRB ഈ ഒരു കൊലപാതകത്തിൻ്റെ പിന്നിലെ ആസൂത്രിതമായ നീക്കങ്ങളെ കണ്ടെത്തിയെന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ്. കുടുംബാംഗങ്ങളിൽ നിന്നും ഗഫൂർ ഹാജി സ്വരൂപിച്ച സ്വർണമാണ് ഈ സംഘം, ജിന്നുമ ഉൾപ്പെടുന്ന സംഘം തട്ടിയെടുത്തത്. തല ചുമരിലിടിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, തുടക്കത്തിൽ തന്നെ ഈ കേസിൽ ചില ദുരൂഹതകൾ ഉണ്ടായിരുന്നു. പിന്നീട് 1.5 വർഷത്തെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന് ശേഷമാണ് മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ഈ ജിന്നുമ്മയാണ് കേസിലെ പ്രതി. അത് എങ്ങനെയാണ് കൊലപാതകം നടത്തിയത്, എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത്, ഇക്കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിന് വ്യക്തമായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കഴിഞ്ഞ 1.5 വർഷത്തോളം ഈ കേസിന്റെ അന്വേഷണം നീണ്ടത്? ബൈജു, ടോമെ, ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 2013 ഏപ്രിൽ 14 നടന്ന ഒരു മരണം, അതായത് സ്വാഭാവിക മരണമെന്ന് കരുതിയ എടുത്തുനിന്നാണ് ഇപ്പോൾ അത് വലിയൊരു കൊലപാതകം, ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ കഥയായി ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ജിന്നുമ്മ എന്ന് പറയുന്ന ഷമീമ വലിയ തോതിൽ തട്ടിപ്പ് നടത്തിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഈ കേസിൽ 600ഓളം പവൻ സ്വർണമാണ് ഇത്തരത്തിൽ തട്ടിയത്. സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞായിരുന്നു ഈ തട്ടിപ്പ്. ആ തട്ടിപ്പിൽ നിന്നും ഇത്തരത്തിൽ തുടക്കത്തിൽ സ്വാഭാവിക മരണമെന്നാണ് കരുതിയത്. അത്രത്തോളം പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൊലപാതകമാണ്. അതിലാണിപ്പോൾ ഇവരുടെ ഭർത്താവും ഇവരുടെ സഹായിയും ഉൾപ്പെടെ, അതായത് 3 സ്ത്രീകളും ഒരു പുരുഷനും അങ്ങനെ 4 പേർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമൊക്കെ ഉയർന്ന് CBI അന്വേഷണം പോലും ആവശ്യപ്പെട്ട ഒരു കേസിലാണ് 1.5 വർഷത്തിന് ശേഷം പ്രതികൾ പിടിയിലാകുന്നത്. ഈ ഷമീമ എന്ന് പറയുന്നവർ നിരവധി കേസുകളിൽ തട്ടിപ്പ് നടത്തിയ, അതായത് ഒരു ഹണി ട്രാപ്പ് കേസ് 2014 കാസർഗോട്ടെ ഒരു വ്യവസായിയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ ഒരു കേസിൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ്. ഇത്തരത്തിൽ നിധി കണ്ടെത്തി കൊടുക്കാമെന്നും പറഞ്ഞും അതുപോലെ തന്നെ സ്വർണം ഇരട്ടിപ്പിക്കാമെന്നും പറഞ്ഞുമൊക്കെ വലിയ തട്ടിപ്പ് നടത്തിയ ഈ ഷമീമ ഉൾപ്പെടെ ഇപ്പോൾ അകത്തായിരിക്കുന്നു. ഇവർ ആഡംബര വീടൊക്കെ പണിത് വലിയ രീതിയിലുള്ള ജീവിതമായിരുന്നു നയിച്ചു വരുന്നത്. ഇവരെ തുടക്കത്തിൽ തന്നെ ഇവരെ സംശയമുണ്ടായിരുന്നു. നാട്ടുകാർ ഉൾപ്പെടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഈ സംശയമൊക്കെ പ്രകടിപ്പിച്ചെങ്കിലും തെളിവുകൾ വേണ്ട രീതിയിൽ ഉണ്ടായിരുന്നില്ല. അത്രത്തോളം ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകം, അതിനൊടുവിൽ ഇപ്പോൾ ഇവർ പിടിയിലായിരിക്കുന്നു. എന്തായാലും നമ്മോടൊപ്പം ഈ ആക്ഷൻ കമ്മിറ്റി തുടക്കത്തിൽ തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച, ഈ സംശയം പ്രകടിപ്പിച്ചവർ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്താണ് യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൽ ആദ്യം സംഭവിച്ചത്? ഈ ഷമീമ എന്ന് പറയുന്നത് നിങ്ങൾ തുടക്കത്തിൽ തന്നെ സംശയം വരിച്ച, നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. എങ്ങനെയാണ് ഇവരിലേക്ക് ഇപ്പോൾ എത്തിയെന്ന് മനസ്സിലാക്കുന്നത്? 2024 ഏപ്രിൽ മാസം 14-ാം തീയതി ഗഫൂർ ഹാജി അദ്ദേഹത്തിന്റെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടക്കത്തിൽ സ്വാഭാവിക മരണം എന്ന് കരുതിയിട്ട് സാധാരണ രീതിയിൽ പൂച്ചക്കാട് ഖബർസ്ഥാനിൽ മറവ് ചെയ്യേണ്ടത്. പിന്നീട് ആണ് കുടുംബാംഗങ്ങളിൽ നിന്നും ഏകദേശം 596 പവൻ സ്വർണം ഇദ്ദേഹം വാങ്ങിയിരുന്നുവെന്നും
ആ സ്വർണം എവിടെ പോയി എന്നുള്ള ചോദ്യം. എന്തിനായിരുന്നു ഈ സ്വർണം ഇവർ പ്രധാനമായി വാങ്ങിയത്? അത് സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന രീതിയിൽ വാഗ്ദാനം 600 പവൻ സ്വർണത്തിന് 1200 ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞ മന്ത്രവാദത്തിലൂടി ഈ ഷെമീന എന്ന ജിന്നുമ എന്നറിയപ്പെടുന്ന സ്ത്രീ 596ഓളം പവൻ സ്വർണം അദ്ദേഹത്തിൽ നിന്ന് പലതവണയായി സ്വരൂപിച്ച് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ തന്നെയായിരുന്നു ഈ സ്വർണം, അതല്ല മറ്റുള്ളവർ അവർ അടുത്ത കുടുംബാംഗങ്ങളിൽ നിന്ന് സ്വരൂപിച്ച സ്വർണ്ണമായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ മകളുടെയും ഇദ്ദേഹത്തിന്റെ വീട്ടിലെയും അതുപോലെ തന്നെ അനുജന്മാരുടെ നിന്നും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ അടുത്ത കുടുംബാംഗങ്ങളിൽ നിന്നാണ് ഇത്രത്തോളം സ്വർണ്ണങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് ഈ ജിന്നും ഇവരെങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഒരു ഹണി ട്രാപ്പ് കേസിൽ ഉൾപ്പെടെ പ്രതിയായ ഒരു സ്ത്രീയാണ്. ഇത്തരത്തിൽ നിരവധി പേരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു, നിരവധി പേരിൽ നിന്നും ഇത്തരത്തിൽ തട്ടിപ്പെടുത്തിയാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വിവരം? ജിന്നുമ എന്ന് പറയുന്ന ഈ സ്ത്രീ അവർക്ക് പ്രത്യേക അമാനുഷിക കഴിവുണ്ട് എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചിട്ടാണ് ഇത്തരം തട്ടിപ്പുകളിലേക്ക് അവർ നീങ്ങിയത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇത് ഗഫൂർ ഹാജി പോലുള്ള പല ആൾക്കാരും ഈ ജിന്നുമയുടെ ഇരയായി മാറിയത്. ഈ ഗഫൂർ ഹാജിയെ പോലുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പം പുറത്തു വന്നിട്ടുള്ളെങ്കിലും ഒരുപാട് ആൾക്കാരെ ഈ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ട്. പല ആൾക്കാരും പല രീതിയിൽ അവരുടെ പുറത്തു കൊണ്ടുവരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയ സ്ത്രീയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2014 ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായ സ്ത്രീയാണ് ഈ ജിന്നുമ എന്ന്. ആക്ഷൻ കമ്മിറ്റി തുടക്കത്തിൽ ഇവരെ സംശയിച്ചിരുന്നു, ഇവർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തൊക്കെയാ ഇവർ തട്ടിപ്പ് നടത്തുന്നുണ്ട്? ഈ സ്വർണ്ണ തട്ടിപ്പല്ലാതെ ഈ മന്ത്രവാദം, മറ്റ് നിധി കണ്ടെത്തുക, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ? ഭൂമിന്റെ അടിയിൽ നിന്ന് നിധി കുഴിച്ചെടുക്കുക, ഇത്തരത്തിൽ രീതിയിലുള്ള പല തട്ടിപ്പുമാണ് നടത്തിയിരുന്നത്. ഗഫൂർ ഹാജിയുടെ കൊലപാതകം നടന്നതിന് ശേഷം പൂച്ചക്കാട് ജമാഅത്ത് കമ്മിറ്റി ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ആ ആക്ഷൻ കമ്മിറ്റി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഇന്ന് ഈ സന്തോഷ വാർത്ത നമുക്ക് ഈ പ്രതികളിലേക്ക് നമുക്ക് കൃത്യമായിട്ട് എത്താൻ സാധിച്ചതും അതുപോലെ തന്നെ ഇപ്പം അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അവരുടെ അഭിനന്ദനാർഹമായ പ്രവൃത്തി മൂലമാണ് ഇത്തരത്തിൽ നമ്മൾ ഇന്ന് ഇവരെ അറസ്റ്റ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളിലേക്ക് നടപടിക്രമങ്ങളിലേക്കും കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത് 1.5 വർഷത്തോളം വൈകി? കാരണം തുടക്കത്തിൽ തന്നെ ആക്ഷൻ കമ്മിറ്റി പറയുന്നുണ്ടായിരുന്നു ഇതൊരു കൊലപാതകമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയെന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്? കാരണം ആദ്യം അന്വേഷിച്ചത് ബേക്കൽ പോലീസാണ്. ആ ബേക്കൽ പോലീസ് വേണ്ട രീതിയിൽ ഈ അന്വേഷണത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പിന്നീട് ആക്ഷൻ കമ്മിറ്റി ചെലുത്തിയ പല പ്രവർത്തനങ്ങൾക്കും പല വിധേയമായ കുറെ കാര്യങ്ങളിലും ഭാഗമായിട്ടാണ് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗഫൂർ ഹാജിയുടെ ഉമ്മ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ആക്ഷൻ കമ്മിറ്റിയുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറിയതും ഇത്ര പെട്ടെന്ന് തന്നെ അവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. ഈ ജിന്നുമ്മ ഏത് രീതിയിലായിരുന്നു? നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിരുന്നു, കേട്ടിരുന്നു, വലിയ തോതിൽ ആഡംബര ജീവിതമാണ്, വലിയ വീടുമൊക്കെ. അങ്ങനെ സംശയമുണ്ടാകും പോലീസ് ഇവരെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യണില്ല. സ്വാഭാവിക ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നില്ല? തീർച്ചയായിട്ടും സാധാരണ ഇതിൽ പ്രത്യേകിച്ച് ഒരു ജോലിയോ തൊഴിലോ ഇല്ലാത്ത ഒരു സ്ത്രീയും അവരെ ഭർത്താവും ഇത്ര ആഡംബര രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അവരെ വരുമാന സ്രോതസ് എന്നുള്ളത് കണ്ടെത്ത ഉത്തരവാദിത്തം പോലീസിനായിരുന്നു. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ അവരെ വേണ്ട രീതിയിൽ ഗൗരവത്തിലെടുത്തില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കൊലപാതകം എന്തിന് ഈ കൊലപാതകം നടത്തി, എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത്? തീർച്ചയായിട്ടും കൊലപാതകം തന്നെയാണ്. ഞങ്ങൾ തുടക്കത്തിൽ വിശ്വസിച്ചതുപോലെ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇദ്ദേഹത്തെ അന്നത്തെ ദിവസം, ഇദ്ദേഹം മരണപ്പെടുന്ന ദിവസം അദ്ദേഹത്തെ ഭാര്യയെയും മക്കളെയും ഇദ്ദേഹം വേറെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു. അതിനുശേഷമാണ് അന്നത്തെ ദിവസം CCTV ഓഫായിരുന്നു. ഇതൊക്കെ പിന്നെ ഈ അന്വേഷണ ഭാഗമായിട്ട് വരേണ്ടതായിരുന്നു. ഇതാണ് നമുക്ക് കൂടുതൽ സംശയം അതിലേക്ക് എത്തിച്ചത്. ടോമെ, ഈ കേസിൽ പോലീസ് പറയുന്നത് പ്രധാനമായും ഇയാളിൽ നിന്നും പല ആളുകളിൽ നിന്നായി സ്വരൂപിച്ച സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് ഇത്തരത്തിൽ വാങ്ങുകയും പിന്നീട് അത് നൽകാതിനെ തുടർന്ന് ഈ ഹാജി തിരിച്ച് ഈ സ്വർണം ചോദിച്ചപ്പോൾ ഏറ്റവും ഒടുവിലായ ഒരു മന്ത്രവാദം നടത്താറുണ്ട്. ആ മന്ത്രവാദത്തിൽ ഈ സ്വർണം ഇരട്ടിക്കും എന്ന് വീണ്ടും വിശ്വസിപ്പിച്ചു. അതേ തുടർന്ന് ഒരു ദിവസം തെരഞ്ഞെടുക്കുകയും ആ ദിവസം വീട്ടിൽ ആരും ഉണ്ടാകാൻ പാടില്ല എന്ന് ഇവർ നിർദ്ദേശം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അത് വിശ്വസിച്ച് ഈ ഗഫൂർ ഹാജി കുടുംബത്തെ അവരുടെ ബന്ധുവീടുകളിലേക്ക് പറഞ്ഞേക്കുകയാണ് ഉണ്ടായത്. അന്ന് രാത്രി ഇവർ 4 പേരും ഈ വീട്ടിലെത്തി മന്ത്രവാദം നടത്തുന്നെന്ന് വ്യാജേനെത്തി ഈ ഗഫൂർ ഹാജിയെ ഈ തല ചുമരിനടിച്ച് വളരെ മൃഗീയമായി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും അതൊരു ഈ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യ മാസമായിരുന്നു, റംസാൻ മാസമായിരുന്നു, നോമ്പ് നോൽക്കുന്ന ഒരു മാസമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിൽ സംശയം തോന്നാത്തതുകൊണ്ട് കുടുംബം തിരിച്ചെത്തിയപ്പോൾ വീട്ടിൽ മരിച്ച നിലയിലാണ് അദ്ദേഹത്തെ കണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ കബറടക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും അത്തരത്തിൽ കബറടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്.
പിന്നീട് ഇപ്പോൾ നമ്മൾ സംസാരിച്ച മുഹാജിർ ഉൾപ്പെടെയുള്ള ഈ പൂച്ചക്കാട് ജമാഅത്ത് മസ്ജിദ് അവർ ആ ഒരു സംഘം ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ശക്തമായ സംശയമുണ്ട് എന്ന് പറഞ്ഞ് ശക്തമായ പ്രതിഷേധ പരിപാടികൾ രംഗത്ത് വന്നതോടുകൂടിയാണ് വീണ്ടും ആ മൃതദേഹം ഇത്തരത്തിൽ പുറത്തേക്ക് എടുക്കുകയും അത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നടപടികളിൽ കടക്കുകയും ചെയ്യുമായിരുന്നു. അതാണ് നിർണായകമായത്. ആ പോസ്റ്റ്മോർട്ടത്തിൽ തലക്ക് ഏറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് കണ്ടെത്തുകയും പിന്നീട് ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കുകയും ചെയ്യുമായിരുന്നു. ഇതാണ് ഇതിൽ ഏറ്റവും വഴിത്തിരിവായത്. തുടക്കത്തിൽ തന്നെ ഈ ജിന്നുമ്മയെ നാട്ടുകാർക്കെല്ലാം സംശയമുണ്ടായിരുന്നു. ജിന്നുമ്മ ചില്ലറക്കാരിയല്ല, വലിയ തോതിൽ ഭീഷണിപ്പെടുത്തുന്ന പല ആളുകളും. ബൈജു, ഈ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ പോലീസ് ഏതെങ്കിലും രീതിയിൽ ഒരു അലംഭാവം കാണിച്ചതായി ആക്ഷൻ കമ്മിറ്റിക്ക് ഒരു ആക്ഷേപമുണ്ടോ? കാരണം നേരത്തെ അവർ തന്നെ സൂചിപ്പിച്ചു, ഈ ഗഫൂർ ഹാജിയുടേത് ദുരൂഹ മരണമാണ് എന്ന് പോലീസിനോട് പറഞ്ഞു, തെളിവുകൾ പറഞ്ഞു, ഈ ജിന്നുമ്മയെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറി, ജിന്നുമ്മയെ സംശയമുണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല ഇവരുടെ സാമ്പത്തിക വളർച്ചയടക്കം കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ കേസ് അന്വേഷണം അല്ലെങ്കിൽ ഈ പ്രതികളിലേക്ക് അന്വേഷണം എത്താൻ ഇത്രയും വൈകിയെന്ന ചോദ്യം വീണ്ടും ഉയരുന്നുണ്ട്. അത്തരമൊരു ആക്ഷേപം ആക്ഷൻ കമ്മിറ്റിക്കുണ്ടോ? ഈ പ്രതികളെ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാനുള്ള ഏതെങ്കിലും നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ബൈജു? തീർച്ചയായും ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആക്ഷൻ കമ്മിറ്റി നേരത്തെ തന്നെ വ്യക്തമാക്കിയാണ്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ ഇവർ നിവേദനം നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഏതെങ്കിലും തരത്തിൽ വലിയ അന്വേഷണമൊന്നും ഉണ്ടായില്ല. ഈ പോലീസ് അന്വേഷണം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത് വലിയ പ്രതിഷേധം ഈ ആക്ഷൻ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു. തുടർന്നാണ് ഈ ജില്ലാ ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറുന്നതും പിന്നീട് ക്രൈംബ്രാഞ്ച് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇതുൾപ്പെടെ ഉള്ള എല്ലാ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതികളിലേക്ക് എത്തിയത്. ഏതായാലും നമുക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ ആ ഒരു കാര്യം കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ തുടക്കത്തിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് അപ്പോഴും നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഈ കേസിൽ ഈ ജിന്നുമ്മ ഉൾപ്പെടെ ചോദ്യം ചെയ്യണം, അവരാണ് ഇതിന് പിന്നിലെന്ന്. ആ അന്വേഷണം അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടായിരുന്നു? നമുക്ക് തൃപ്തികരമല്ല എന്നുകൊണ്ട് നിരന്തരം അറിയിച്ചു വരുന്ന അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കിയ ആക്ഷൻ കമ്മിറ്റി ചെലുത്തിയ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ക്രൈംബ്രാഞ്ചിന് ഇത് 1.5 വർഷത്തോളം നമുക്കറിയാം വലിയൊരു കേസാണ്. 600 പവനൊക്കെ. അതുമാത്രമല്ല നിരവധി പേരിൽ നിന്നും ഇത്തരത്തിൽ പണം കവർന്നിട്ടുണ്ട്. അത് പലരും പുറത്തു പറയാൻ മടിച്ചുകൊണ്ട് തന്നെ പരാതിയുമായി രംഗത്ത് വരാൻ സാഹചര്യമുണ്ട്. ഇത്ര വലിയൊരു കേസായിട്ടും എന്തുകൊണ്ടായിരിക്കും ഇത് 1.5 വർഷത്തോളം ഇപ്പൊ നീണ്ടെന്നാണ് കരുതുന്നത്? അത് ആ തുടക്കത്തിൽ അന്വേഷിച്ച ബേക്കൽ പോലീസിന്റെ ഉദാഹരണസ്ഥിതിനെ കൊണ്ട് മാത്രമാണ് ഇത് ഇഴഞ്ഞു നീങ്ങിയത്. അത് മാത്രമല്ല വിചിത്രമായ ഒരു കാര്യം, ഈ പ്രതിയെന്ന് സംശയിക്കപ്പെട്ടിരുന്ന ഈ ജിന്നുമ എന്ന ഷമീനെ ആക്ഷൻ കമ്മിറ്റിയെ നേരിട്ട് ചോദ്യം ചെയ്യാൻ വിളിച്ച് വിചിത്രമായ നാട്ടിൽ കേൾവി ഇല്ലാത്ത ഒരു കാര്യം കൂടി ഞങ്ങൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി ആക്ഷൻ കമ്മിറ്റി 10-15 അംഗം നേരിട്ട് ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾക്ക് ചോദ്യം ചെയ്യാനുള്ള സൗകര്യം പോലീസ് ഏർപ്പെടുത്തിയിരുന്നത് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള നടപടിയെ മുമ്പോട്ട് പോകുന്നത്. അവർ അങ്ങനെ നേരിട്ട് ചോദ്യം ചെയ്യുന്നതാണ് നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ 15 പേരെ ബേക്കൽ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി, ഇതാണ് പ്രതി എന്ന് സംശയിക്കുന്ന ജിന്നുമ, നിങ്ങൾ എന്നെ ചോദ്യം ചെയ്തോളൂ, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിന് വരുന്നൊന്നും ലഭിക്കുന്നില്ല, അതിന് നിങ്ങൾ നേരിട്ട് ചോദ്യം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ഒരു നടപടിയായിട്ട് വരുമ്പോഴാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഇതെന്താണ് എന്ന് ഇറങ്ങി പോകുന്നത്. അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ നടന്നോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവരെന്താണ് നിങ്ങളോട് പറഞ്ഞത്? അന്ന് ഞങ്ങൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ 10-15 പേര് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ, കൺവീനർ ഉൾപ്പെടെയുള്ള 10-15 ആൾക്കാർ അവിടെ പോയി ഈ ജിന്നുമ എന്ന് പറയപ്പെടുന്ന ആൾക്കാർ നേരിട്ട് ചോദ്യം എങ്ങനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുക, ഒരു സ്ത്രീ എങ്ങനെയാണ് ആണുങ്ങൾ എന്ന രീതിയിൽ ചോദ്യം ചെയ്യാന്നുള്ളത് പോലീസ് തന്നെ പോലീസ് ചെയ്യേണ്ട കാര്യം ഞങ്ങളോട് ചെയ്യാൻ പറ്റുന്ന വിചിത്രമായ സംഭവം ഉണ്ടായിരുന്നു. അവരെന്തായിരുന്നു മറുപടി പറഞ്ഞത്? നിങ്ങൾ അങ്ങനെ ചോദ്യം ചെയ്യൽ നടന്നോ? അവർ പറയുന്നത് ഞങ്ങൾ ചോദിച്ചിട്ട് പോലീസിന്റെ ഭാഗത്ത് ചോദ്യം ചെയ്തുകൊണ്ട് നമുക്ക് ഒരു മറുപടിയും കിട്ടുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ നേരിട്ടിട്ട് ഈ പ്രതി എന്ന് സംശയിക്കുന്ന ആൾ ചോദ്യം ചെയ്തോളൂ എന്നുള്ളത്. ടോമെ, വളരെ വിചിത്രമായ വാദമാണ്. നമുക്ക് അറിയാം, കേരളത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. ഒരു പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരു സംശയിക്കുന്ന ആളെ ഇവരുടെ ആക്ഷൻ കമ്മിറ്റി പരാതിക്കാർ നിങ്ങൾ ചോദ്യം ചെയ്തോളൂ, നമുക്ക് ചോദ്യം ചെയ്താൽ ഉത്തരം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യം പോലും ഉണ്ടായി എന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. അങ്ങനെയെങ്കിൽ വളരെ ഗൗരവമുള്ള ഒരു സംഭവം തന്നെയാണ് ഇത്. ഏതായാലും ഇപ്പോൾ ഇവർക്ക് വലിയ ആശ്വാസമായി. ഈ പ്രദേശത്തൊക്കെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേരിൽ നിന്നും ഇത്തരത്തിൽ പണം ഇതിനുശേഷവും ഇവർ തട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്തരത്തിൽ പുതിയ ഇടങ്ങളിലെ
വീടുകളിലേക്ക് ഇവർ എത്തി. കൊളവയൽ, മുട്ടുന്തല, കാസർഗോഡ് ഇങ്ങനെ പല മേഖലകളിൽ നിന്നും ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വലിയ മന്ത്രവാദവും ഹോമവും ഒക്കെ നടത്തി വീട്ടിനകത്ത്, അതായത് നമ്മുടെ സ്വന്തം വീടുകളിലേക്ക് ഇവർ എത്തും. ആ സമയത്ത് ആ വീട്ടുകാരൻ മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറയും. അവരുടെ സ്വർണം അത് ചെറിയ സ്വർണമെന്നല്ല, 100-200 പവനാണ്. ആ അത്തരത്തിൽ വലിയ സ്വർണം ഇവർ ഒരു സ്ഥലത്ത് കുഴിച്ചിടാൻ പറയും. കുഴിച്ചിട്ടതിന് ശേഷം 1 മാസം കഴിഞ്ഞ് നിങ്ങൾ തുറന്നു നോക്കുമ്പോൾ അത് ഇരട്ടിയായിട്ടുണ്ടാവുമെന്നാണ് ഇവർ പറയാറുള്ളത്. അതിനിടയിൽ തന്നെ ഈ സ്വർണം ഇവർ കൈക്കലാക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഈ നാണക്കേട് ഭയന്ന് പലരും പരാതിയുമായി രംഗത്ത് വരാത്ത സാഹചര്യമാണ് ഉണ്ടായെന്നാണ് നമുക്ക് നേരത്തെ തന്നെ അത് മനസ്സിലാക്കി നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. അതോടുകൂടി പിന്നീട് ഈ ഒരു ഗഫൂർ ഹാജി മരണപ്പെട്ടതോടുകൂടിയാണ് ഇതെല്ലാം പുറത്തു വരുന്നതും ഇവരെ കുറിച്ചുള്ള ഈ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ആരോപണം പുറത്തു വരുന്നതും. അപ്പോഴും ഏതെങ്കിലും തരത്തിൽ കുറ്റം സമ്മതിക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. ഇവർ സമൂഹത്തിനിടയിൽ തന്നെ ജീവിക്കുകയായിരുന്നു. ഇവരും ഇവരുടെ ഭർത്താവും ഇവരുടെ സഹായം ഉൾപ്പെടെയുള്ള ഈ സംഘം സമൂഹത്തിൽ ഇത്തരത്തിൽ വലിയ തോതിൽ തട്ടിപ്പ് നടത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഹണി ട്രാപ്പിൽ ഉൾപ്പെട്ട ഒരു പ്രതി ഇത്തരത്തിൽ വലിയ കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പാത്തൂട്ടി എന്ന പേരിൽ ആണ് ഇവർ ഉറഞ്ഞു തുള്ളുന്നത്, മന്ത്രവാദിനിയായി മാറുന്നത്. അങ്ങനെ ആഭിചാരക്രിയകൾ നടത്തി പണവും സ്വർണവും നിരവധി പേരിൽ നിന്ന് തട്ടിയെടുത്തായി പറയുന്നുണ്ട്. 2014 ഹണി ട്രാപ്പ് കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവരുടെ ഈ ഒരു പശ്ചാത്തലം അതീവ ഗൗരവത്തോടെ പോലീസ് പരിശോധിക്കേണ്ടതല്ലേ? ഈ ഗഫൂർ ഹാജിയെ കൂടാതെ മറ്റാരെങ്കിലും ഈ സമാനമായ രീതിയിൽ വകവരുത്തിയിട്ടുണ്ടോ? മാത്രമല്ല, ഈ സംഭവത്തിന് പിന്നാലെ ഇവരുടെ തട്ടിപ്പിനിരയായ കൂടുതൽ ആരെങ്കിലും പരാതിയുമായി ഇപ്പോൾ പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ ബൈജു? ഇവർക്കെതിരെ നിരവധി പരാതി ഉണ്ട് ടോം. അത് ഈ രീതിയിലാണ്, അതായത് ഇവർ ഒരു പ്രത്യേക സ്വഭാവത്തിൽ പ്രത്യേക രീതിയിലാണ് ഈ മഹോദര, നമുക്ക് ഇവരെ എങ്ങനെയാണ് ഈ മന്ത്രവാദം നടത്തുന്ന ആ രീതികളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻ കമ്മിറ്റി മനസ്സിലായിരുന്നു? അതായത് ഉറഞ്ഞു തുള്ളുന്നതൊക്കെയാണ് നമ്മൾ കേട്ടത്. എന്താണ് നിങ്ങൾക്ക് ആ രീതിയിൽ പല തകിടുകൾ ഉപയോഗിച്ചിട്ടുള്ള മന്ത്രവാദം, ഈ സ്വർണം ഭൂമിയിൽ നിന്നുള്ള കുഴിച്ചെടുക്കുന്നുള്ള രീതിയിലുള്ള മന്ത്രവാദം, അതുപോലെ തന്നെ സ്വർണം ഇരട്ടിപ്പിക്കൽ എന്നുള്ള രീതിയിലുള്ള മന്ത്രവാദമൊക്കെയാണ് ഇവർ പിന്തുടർന്ന് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഗഫൂർ ഹാജി മരണപ്പെട്ടതുകൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം പുറത്തു വന്നത്. കൂടുതൽ പേർ ഇവരുടെ ഇത്തരത്തിൽ മരണം ഏതെങ്കിലും ഇത്തരത്തിൽ കൊലപാതകം നടത്തിയത് കാരണം ചുമരിനിടിച്ച് കൊലപ്പെടുത്തി, വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ്. അത്തരത്തിൽ നമ്മളിപ്പോൾ സംശയിക്കുന്നുണ്ടോ? ഇനി കൂടുതൽ അന്വേഷണം വേണമെന്ന് ആക്ഷൻ കമ്മിറ്റി പറയുന്നുണ്ടോ? തീർച്ചയായും ഞങ്ങൾ CBI അന്വേഷണമാണ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അവർ സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ചിനെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അവർ അന്വേഷണം ഇനിയും ഈ 4 പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ആസൂത്രണമായ കൊലപാതകം. ഇനിയും ഒരുപാട് പ്രതികൾ ഇതിനകത്ത് വരാനുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതിന്റെ അന്വേഷണം നല്ല രീതിയിൽ ഇനിയും പുരോഗമിക്കുന്ന ഉറച്ച വിശ്വാസം ആക്ഷൻ കമ്മിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ നല്ലവരായ പൂച്ചക്കാട് സ്വദേശികൾ ഇതിനൊപ്പം നിൽക്കുന്നുണ്ട്. എല്ലാവരെയും സഹായ സഹകരണം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ പ്രതികളെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ടോമെ, അത് തന്നെയാണ് ഇപ്പോൾ ടോമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ സംശയിക്കുന്നുണ്ട് ഇത്തരത്തിൽ മറ്റു കൊലപാതകം. കാരണം ഈ കൊലപാതകം നടത്തി ഒരു കൂസലുമില്ലാതെയാണ് അവർ സമൂഹത്തിനിടയിൽ ഇപ്പോഴും ഇത് കഴിഞ്ഞ 1.5 വർഷത്തോളം അവർ ജീവിച്ചത്. വെല്ലുവിളിച്ചും ഭീഷണിപ്പെടുത്തുമൊക്കെ. ഒരു ഘട്ടത്തിൽ ന്യൂസ് 18 ഈ വാർത്ത ആദ്യം ഈ ഗഫൂർ ഹാജിയുടെ മരണം അത് ദുരൂഹത അത് സംബന്ധിച്ച് ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് 18 ആണ്. മുഹാജിർ തന്നെയാണ് അന്ന് നമുക്ക് ബൈറ്റ് തന്നതും. അപ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. മാത്രമല്ല ആക്ഷൻ കമ്മിറ്റിക്കെതിരെ വലിയ തോതിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു ഈ സ്ത്രീയുടെ ഭാഗത്ത് നിന്നും. അത്തരത്തിൽ വെല്ലുവിളിച്ചും ഭീഷണിപ്പെടുത്തിയും ഒക്കെ ഉണ്ടായ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ വലിയ ദുരൂഹത ഇവരെ ചുറ്റിപ്പറ്റി, ഇവരുടെ വീടിനെ ചുറ്റിപ്പറ്റി ഒക്കെ ഉണ്ട്. അതൊക്കെ അന്വേഷിക്കണം എന്ന് തന്നെയാണ് കുടുംബം ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും ഒക്കെ പറയുന്നത്. ഏതായാലും മകനാണ് സംശയം തോന്നി ബേക്കൽ പോലീസിൽ പരാതി നൽകിയത്. ബേക്കൽ പോലീസ് തുടക്കത്തിൽ അന്വേഷിച്ച കേസ് പിന്നീട് ആക്ഷൻ കമ്മിറ്റിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ക്രൈം ഡിറ്റാച്ച്മെന്റിന് ഇത് മാറുകയും പിന്നീട് 1.5 വർഷത്തിന് ശേഷം ഇപ്പോൾ ഈ അറസ്റ്റിലേക്കുമൊക്കെ കാര്യങ്ങൾ വരുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാസർകോട്ടെ ജ്വല്ലറിയിൽ ആ സമയത്ത് ഈ സ്വർണം വിൽപ്പന നടത്തി. അവിടെ നിന്നും കുറച്ച് സ്വർണ്ണങ്ങൾ ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. മറ്റ് സ്വർണ്ണങ്ങൾ കണ്ടെടുക്കാനുള്ള പോലീസിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ മറ്റ് തട്ടിപ്പുകളൊക്കെ അറിയേണ്ടതുണ്ട്. പലരും നാണക്കേട് കൊണ്ടാണ് പരാതിയുമായി രംഗത്ത് വരാതെ. ഇവർക്കെതിരെ നിരവധി പരാതികൾ നേരത്തെ തന്നെ ഉണ്ട്. പല സ്റ്റേഷനുകളായി പണം തട്ടിയതും ഇത്തരത്തിൽ പല തട്ടിപ്പ് കേസുകളുടെയും പരാതിയുണ്ട്. അത് കൂടാതെ വലിയ തട്ടിപ്പ് ഇത്തരത്തിൽ നാണക്കേട് കൊണ്ട് പുറത്തു വരാത്തതുണ്ട്. അത്തരം കേസുകൾ ഇനി ഇവർ കുറ്റം സമ്മതിക്കും. ഏതായാലും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാസർകോട്ടെ ജ്വല്ലറിയിൽ എത്തിച്ച് ഇവരെ ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ഇവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അത്രത്തോളം വലിയൊരു ക്രിമിനലാണ് ഇവരുടെ സംഘം. കേസുമായി ബന്ധപ്പെട്ട
വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ KV ബൈജു ഉൾപ്പെടുന്ന ന്യൂസ് 18 സംഘത്തിന് നേരെ ജിന്നുമ്മയുടെയും പ്രതികളുടെയും ഭാഗത്തു നിന്ന് നേരത്തെ ഭീഷണി വരെ ഉണ്ടായതാണ്. എത്രത്തോളം ആസൂത്രിതമായിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് തന്നെയാണ് ഈ ഒരു കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കാരണം 1.5 വർഷത്തിന് ശേഷമാണ് ഗഫൂർ ഹാജിയുടെ കൊലപാതക കേസിന്റെ ചുരുളഴിയുന്നത്. 2023 ഏപ്രിലായിരുന്നു ജിന്നുമ്മയും ഭർത്താവും സഹായികളും ചേർന്ന് പണവും സ്വർണവും തട്ടിയെടുക്കാൻ വേണ്ടി പ്രവാസി വ്യവസായിയായ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയത്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവത്തിനിടെ നവജാത ശിശുവിന്റെ ഞരമ്പുകൾ തകർന്ന് 1.5 വയസ്സുകാരന് കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ട സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ഡോക്ടർ പുഷ്പ പ്രസവമെടുത്ത കൂടുതൽ കുട്ടികൾക്ക് ഇത്തരത്തിൽ ഞരമ്പുകൾ തകർന്ന് പരിക്ക് സംഭവിച്ചതായി ആശുപത്രി സൂപ്രണ്ട് ദീപ്തി തുറന്ന് സംബന്ധിക്കുന്ന ശബ്ദ സംഭാഷണം ന്യൂസ് 18 ലഭിച്ചു. ഇതിനു മുമ്പും ആ വർഷം 3 പിള്ളേർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹത്തെ പരാതിയാണ് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയില്ലേ. അതിനുശേഷം ആ 2 പേരെയും ഞാനിവിടെ ഒന്ന് വരുത്തി കണ്ടു. അവർ 2 പേരും മെഡിക്കലായിട്ട് ഇരിക്കുകയാണ്, യാതൊരു പ്രശ്നവുമില്ല. കാരണം ഈ ഇൻഷുറിയുടെ ആ ഒരു എമൗണ്ട് ഇത് ഇദ്ദേഹത്തിന്റെ മാസം തന്നെ ഒരു കുട്ടി, പിന്നെ അല്ലാതെ ഒരു കുട്ടി, 3 പേർക്കായിരുന്നു ആ ഒരു വലിയ വർഷത്തിൽ. നമുക്ക് മൊത്തം 2200ഓളം ഡെലിവറി ഉണ്ടായിരുന്നു. അതിൽ 3 പേർക്കാണ് ഈ കൈക്ക് പ്രോബ്ലം ഉണ്ടായത്. ശരിക്കും മെഡിക്കൽ സയൻസിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത് ശരിയാവുന്നുള്ളത് കുറച്ച് സമയം കൊണ്ട് റിവേഴ്സിബിൾ എന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പം ആരുടെ കുഴപ്പം കൊണ്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് സംഭവിച്ചതിനോട് നമ്മുടെ എങ്ങനെ മാക്സിമം പൊരുത്തപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതം. അതല്ലാതെ അതിനെ പഴിച്ചും അതിനെ പുറത്തും നമ്മൾ കളയാനുള്ളതല്ല. അവർക്കെതിരെ നമ്മളെല്ലാം ലീഗൽ നടപടി എടുക്കണം. അതുകൊണ്ട് പക്ഷേ നമ്മുടെ ജീവിതം നമ്മുടേതാണ്, അതിന്റെ സന്തോഷങ്ങൾ നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കേസുമായി മുന്നോട്ട് പോയാൽ ഒരുപാട് കാലം കോടതി കയറിയിറങ്ങേണ്ടി വരുമെന്നും സെറ്റിൽമെന്റ് ആണ് നല്ലതെന്നും കൈ തളർന്നുപോയ കുഞ്ഞിന്റെ രക്ഷിതാക്കളെ ഡോക്ടർ ദീപ്തി ഉപദേശിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഒക്ടോബർ 30-ാം തീയതി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ WNC ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ആ ശബ്ദരേഖ എൻ്റെയാണ്. എൻ്റെ അതുപോലെ തന്നെ അവിടുത്തെ സൂപ്രണ്ടായിട്ടുള്ള ദീപ്തി KK എന്ന് പറയുന്ന മാഡത്തിൻ്റെയാണ്. അതിനകത്ത് തന്നെ മാഡം ഓൾറെഡി പറയുന്നുണ്ട്, 3 പിള്ളേരുടെ കൈ ഒടിഞ്ഞ കേസ് പറയുന്നുണ്ട്. ഇത്രയും നെഗ്ലിജൻസ് ആയിട്ട് കാണിക്കാൻ നേരത്ത് ഈ ഡോക്ടറിനൊക്കെ അവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവർ പറഞ്ഞ് ഇത്ര ചിലവായതല്ല, ഇത്ര കോമ്പൻസേഷൻ കറക്റ്റ് ചെയ്ത് തരാം എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ ഡോക്ടറിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാം, അതിനകത്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 30-ാം തീയതി റിപ്പോർട്ട് തയ്യാറാക്കാമെന്നാണ് എനിക്ക് തരാമെന്നാണ് പറഞ്ഞത്. ഡോക്ടറിൻ്റെ 30-ാം തീയതി ആകും. അവർക്കുള്ള എല്ലാ ഫയലെല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 30-ാം തീയതി ഡോക്ടർ ഒരു ഇത് പറയും, അത് നിങ്ങളെ വിളിച്ച് അറിയിക്കാന്ന് പറഞ്ഞു. അത് അറിയിക്കാത്ത മുഖാന്തരം ഞാൻ നേരെ അകത്തോട്ട് കയറുമായിരുന്നു. അകത്തോട്ട് കയറുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അവരുടെ വായിൽ നിന്ന് തന്നെ നമുക്കിത് കേൾക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഡോക്ടർ പുഷ്പയുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ ചികിത്സയുടെ വീഴ്ചയുടെ കൂടുതൽ ഉദാഹരണങ്ങളാണ്, കൂടുതൽ തെളിവുകളാണ് ന്യൂസ് 18 ഓരോ ദിവസവും പുറത്തുവിടുന്നത്. അതിൻ്റെ ഒടുവിലത്തെ ഇരയായിട്ടുള്ള ഒരു 1.5 വയസ്സുകാരൻ്റെ കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടൊരു സംഭവം. ഇതുപോലെ നിരവധി ചികിത്സാ പിഴവുകൾ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ ഉണ്ടായിട്ടും അവരെ സംരക്ഷിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഒരു കുഞ്ഞിൻ്റെ വൈകല്യവുമായി ബന്ധപ്പെട്ട കേസിലും ഡോക്ടർ പുഷ്പ ഉൾപ്പെടുന്ന ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു ആരോഗ്യവകുപ്പ് സ്വീകരിച്ചത്. ഈ കേസിൽ ഈ രീതിയിലുള്ള ഒരു സെറ്റിൽമെന്റിന് തയ്യാറാകണമെന്ന് ആശുപത്രി സൂപ്രണ്ട് തന്നെ ഈ മാതാപിതാക്കളോട് നിർദ്ദേശിക്കുന്ന സാഹചര്യം. ഇതെന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്? ഇതിനുശേഷം ആ കുഞ്ഞിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? രക്ഷിതാക്കളുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? ടോമ, ഇന്നലെ വൈകിട്ട് ആലപ്പുഴ സൗത്ത് പോലീസ് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരുന്നു. ആ കേസിന് ആസ്പദമായ സംഭവം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ സ്വദേശിയായ വിഷ്ണു അശ്വതി ദമ്പതികളുടെ 1.5 വയസ്സുകാരനായ വിഹാൻ എന്ന കുഞ്ഞിന്റെ കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. അതിനു മുമ്പ് തന്നെ നമുക്കറിയാം, ഒരു കുട്ടി പൂർണ്ണമായ അംഗവൈകല്യത്തോടു കൂടി ജനിച്ച സംഭവത്തിലും ഈ ഡോക്ടർ പുഷ്പ പ്രതി ചേർക്കപ്പെട്ട ആളാണ്. ഇതിനു മുമ്പുണ്ടായ WNCയുമായി ബന്ധപ്പെട്ട മരണങ്ങൾ ഒക്കെ പല കേസുകളിലും ആരോപണ വിധേയ കൂടി ആയ ഒരു ഡോക്ടറാണ്. ഈ
ഡോക്ടറുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണ് ഈ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ദീപ്തിയും ഒപ്പം തന്നെ ഈ 1.5 വയസ്സുകാരനായ വിഹാന്റെ അച്ഛൻ വിഷ്ണുവും തമ്മിലുള്ള സംസാരത്തിനിടയിൽ പുറത്തു വന്നത് എന്നുള്ളതാണ്. ആ ഓഡിയോ ആണ് നമ്മൾ, ആ ശബ്ദ സംഭാഷണമാണ് നമ്മൾ കേൾപ്പിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഓഡിയോയ്ക്കകത്ത് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ, അതായത് ഈ സംഭാഷണം നടക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ 30-നാണ്. ഈ ഒക്ടോബർ 30-ന് അവിടെ വിഷ്ണു ഈ കുട്ടിയുടെ ഇപ്പോൾ ആദ്യം കുഞ്ഞ് നവജാത ശിശു ജനിച്ചു കഴിഞ്ഞപ്പോൾ കൈക്ക് ചലനശേഷി കുറവായിരുന്നു. തുടർന്ന് അന്നത്തെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ അനുപമ നിർദ്ദേശിക്കുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നു. പിന്നീട് ഈ കുഞ്ഞ് നിരങ്ങുന്ന ഘട്ടത്തിൽ വന്നപ്പോൾ കുട്ടി ഒരു കൈ കുത്താതെയാണ് കുഞ്ഞ് നിരങ്ങാൻ തുടങ്ങിയത്. ഒറ്റ കൈയാണ് കുഞ്ഞിന് എല്ലാത്തിനും ഉപയോഗിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആ പരിശോധനയിൽ അന്നുണ്ടായ ബ്രേച്ച് പ്ലസ് ഇഞ്ചുറി കുട്ടിയുടെ നാഡീ ഞരമ്പുകളെ വലിച്ചു നീട്ടുന്ന രീതിയിലായി പോയി. അതായത് വാക്വം ഡെലിവറിയിലൂടെയാണ് കുഞ്ഞിനെ പുറത്തെടുത്തത്. അമ്മയ്ക്ക് ഈ കുട്ടി വലുതാണെന്നും അമ്മയ്ക്ക് ഡെലിവറി ബ്ലീഡിംഗ് അടക്കമുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയും ചെയ്തിരുന്നു ആ ഡെലിവറിയിൽ. മാത്രമല്ല സിസേറിയനിലേക്ക് പോകേണ്ട ഒരു കേസാണ് ഈ നോർമൽ ഡെലിവറിയിലൂടെ പുറത്തേക്ക് എടുക്കാൻ ശ്രമിച്ച് ഈ കുട്ടികൾക്ക് പ്രശ്നം സംഭവിച്ചു എന്നുള്ളതായിരുന്നു പരാതി. ഒപ്പം ഈ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഡോക്ടർ ദീപ്തിയുടെ സംഭാഷണത്തിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അന്ന് ഈ 1.5 വർഷം മുമ്പ് വിഹാൻ ഈ സംഭവം ഉണ്ടാകുമ്പോൾ അതേ സമയത്ത് തന്നെ അഡ്മിറ്റ് ചെയ്ത ഡോക്ടർ പുഷ്പ പ്രസവം എടുത്ത 2 കുട്ടികൾക്ക് കൂടി സമാനമായ രീതിയിൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ സ്ഥിരീകരിക്കുന്നത്. മാത്രമല്ല ആ കുട്ടികളെ കണ്ടു എന്നും കൂടി ഡോക്ടർ ഇവരോട് പറയുകയും ചെയ്യുന്നുണ്ട്. ആ കുട്ടികളെ 1.5 വർഷത്തിന്, അതായത് നമുക്കറിയാം ഒരു ആശുപത്രിയിൽ നിന്നൊരു കുട്ടിയെ റെഫർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ കൈക്ക് ഒടിവുണ്ടായ കുട്ടികളെല്ലാം തന്നെ റെഫർ ചെയ്യപ്പെട്ട കുട്ടികളാണ്. അപ്പോൾ തന്നെ അവിടെയുള്ള ആശുപത്രി രജിസ്റ്ററിലും റെഫറൻസ് രജിസ്റ്റർ അടക്കമുള്ള വിവിധ ഇടങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഈ കുഞ്ഞുങ്ങളെ മറ്റു ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുന്നത്. അതായത് ആധികാരികമായ രേഖയായി ഇതെല്ലാം ആലപ്പുഴ WNC ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതെല്ലാം മൂടിവെക്കപ്പെട്ടു, ഇതൊന്നും പുറത്തു വന്നില്ല. ഇപ്പോൾ ഒരു പേരന്റ് പരാതിയുമായി എത്തിയപ്പോഴാണ് അവരുമായുള്ള സംഭാഷണത്തിൽ അവരെ കൺവിൻസ് ചെയ്യാനാണ് ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത്. പക്ഷേ 3 കേസുകൾ മാത്രമല്ല, ഇതിലും അധികം കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള ജീവനക്കാർ തന്നെ നമ്മളോട് രഹസ്യമായി വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇതിൽ ഈ കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാലോ മെഡിക്കൽ നെഗ്ലിജൻസ് കണ്ടെത്തുക എന്നുള്ളത് ഡോക്ടർമാർ തന്നെ വിചാരിക്കണം. മെഡിക്കൽ ബോർഡ് തന്നെ വിചാരിച്ചാലേ അതിനകത്തൊരു സത്യസന്ധമായ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട്, ആധികാരികമായ റിപ്പോർട്ട് അവരുടെ വാക്കുകളാണ്. പക്ഷേ അതിനകത്ത് ആ ഒരു വിഷയത്തെ വെച്ചുകൊണ്ട് തന്നെ ഡോക്ടർ ദീപ്തി ഇവരെ ഉപദേശിക്കുന്നത് നിങ്ങൾ നിയമപരമായി കേസുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, മറിച്ച് അതൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഇത് സെറ്റിൽ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ള ഒരു ഉപദേശവും കുറ്റകരമായ ഒരു ഉപദേശവും കൂടി ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ ശബ്ദ സംഭാഷണത്തിൽ. തീർച്ചയായും അങ്ങനെ ഉപദേശിക്കുന്ന ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്ന ഡോക്ടർമാർക്കെതിരെയും നടപടി വേണ്ടതാണ്. ശരണ്യ, ഈ ഡോക്ടർ പുഷ്പയെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ്. ഇവരെക്കുറിച്ചുള്ള ഓരോ പരാതികളും ആരാണ് ഇവരെ സംരക്ഷിക്കുന്നത് എന്ന കാര്യത്തിലൊരു വ്യക്തതയുണ്ടോ? ഈ ഡോക്ടർമാരുടെ KGMA ഉൾപ്പെടെയുള്ളവര് ഈ ഡോക്ടർ പുഷ്പയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. പലരും ന്യായീകരണവുമായി രംഗത്തെത്തുന്നു. ഏതെങ്കിലും പൊളിറ്റിക്കലി ഒരു രാഷ്ട്രീയ സംരക്ഷണമാണോ ഇവർക്ക് ലഭ്യമാകുന്നത്, അതോ ഈ ഡോക്ടർമാരുടെ ഒരു കൂട്ടായ്മ ഇവരെ സംരക്ഷിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, അങ്ങനെയല്ല ടോം ഇതിനെ കരുതേണ്ടത്. അതായത് ഇതൊരു വനിതാ ശിശു ആശുപത്രി എന്ന് പറഞ്ഞാൽ അതൊരു സർക്കാർ ആശുപത്രിയാണ്. സ്വാഭാവികമായും അതിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ സർക്കാരിനെയും ആരോഗ്യ വകുപ്പിനെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ പരമാവധി ഒതുക്കുക. അതായത് സർക്കാരിന് മോശമാകാൻ പാടില്ല, ആരോഗ്യ വകുപ്പിന് മോശമാകാൻ പാടില്ല. അതുകൊണ്ട് ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ തള്ളി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആരോഗ്യ വകുപ്പ് ഇതിനെ കൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ 3 കുട്ടികൾക്ക് ഇത്തരത്തിൽ പ്രശ്നം സംഭവിച്ചു എന്നുള്ളത്. അതായത് ഈ ഡോക്ടർ പുഷ്പയുടെ കേസിനകത്ത് ആളുകൾ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്ന കാര്യം, പേഷ്യൻസ് ഒരുപാടുണ്ട്. അതായത് സാധാരണ ഡോക്ടർമാരെക്കാൾ ഇവർ ഫീസ് കുറച്ച് വാങ്ങുന്നതുകൊണ്ട് തന്നെ ആളുകളുടെ എണ്ണം, പേഷ്യൻസിന്റെ എണ്ണം വളരെ കൂടുതലാണ്. പക്ഷേ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന്റെ ഈ തരംതിരിച്ചുള്ള ഡീറ്റെയിൽസ്, അതായത് വാക്യൂം ചെയ്തെടുക്കേണ്ടതാണോ, സിസേറിയന്റെ കേസാണോ, അല്ലെങ്കിൽ മറ്റ് കോംപ്ലിക്കേഷൻസ് ഉള്ളതാണോ, ഇതിനെ സംബന്ധിച്ച് ഡോക്ടർക്ക് ഒരു വലിയ ധാരണ ഇതിനകത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്
എന്നുള്ളതാണ് കൂടെ ജോലി ചെയ്യുന്ന നഴ്സുമാർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അതായത് ഓരോ കേസ് ഷീറ്റിലും ഈ രോഗികളുടെ അല്ലെങ്കിൽ ഗർഭിണികളായ ആളുകളുടെ എണ്ണം, ഇവർക്ക് എത്തുന്ന പേഷ്യൻസിന്റെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇതിനകത്തെല്ലാം കൂടി ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇവര് ഈ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് ചിലപ്പോൾ ഒരുപക്ഷെ സിസേറിയൻ നടത്തേണ്ട കേസിലായിട്ടായിരിക്കും ഡെലിവറിയിലേക്ക് പോവുക. അങ്ങനെ പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണം പല രീതിയിൽ നമ്മൾ സൗത്ത് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ ഇപ്പോൾ എത്തിച്ചേരുന്ന പരാതികളുടെ എണ്ണം തന്നെ അത് അവര് ഈ ഒരു കേസിൽ ഈ ഡോക്ടറുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നുള്ള വിവരം പോലീസ് തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നു. അതിൽ തന്നെയാണ് ഇപ്പോൾ വിഹാന്റെ അച്ഛൻ വിഷ്ണു നിരവധി തവണ പരാതിയുമായി കയറിയിറങ്ങി അവസാനം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തപ്പോഴാണ് ഇപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസ് അതിനകത്ത് FIR ഇടാൻ തയ്യാറായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആശുപത്രി ഈ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഉള്ള കാര്യം സ്ഥിരീകരിക്കുന്നത് ഈ ഓഡിയോയിലുള്ള ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ദീപ്തിയാണ്. ഇതിനപ്പുറം മറ്റെന്താണ് ആരോഗ്യ വകുപ്പിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ഈ 3 കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ട് അതിനകത്ത് മുകളിലേക്ക് ഈ റിപ്പോർട്ട് പോയിട്ടുണ്ടോ? ആധികാരികമായി ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രസവം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ തുടർച്ചയായി ജനറൽ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യപ്പെട്ട ഓർത്തോ പ്രശ്നങ്ങളുമായി ഒടിവ് മുതലായ പ്രശ്നങ്ങളുമായി നവജാത ശിശുക്കൾ ചെന്നപ്പോൾ ആരോഗ്യ വകുപ്പ് എന്ത് അന്വേഷണം നടത്തി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ആലപ്പുഴയിലെ വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ പുഷ്പയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു. ഇവരെ സംരക്ഷിക്കാൻ ആശുപത്രി സൂപ്രണ്ട് നടത്തുന്ന ശ്രമങ്ങളുടെ ഒത്തുതീർപ്പ് ചർച്ചകളുടെ ശബ്ദ സംഭാഷണമാണ് ന്യൂസ് 18 നേരത്തെ പുറത്തുവിട്ടത്. സൈബർ അധിക്ഷേപത്തിനെതിരെ കൊച്ചി സ്വദേശിനിയായ മോഡൽ രംഗത്തെത്തിയിട്ടുണ്ട്. ആറാട്ടണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കിയുടെ ഒപ്പം നടക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ചാണ് ഈ മോഡലിനെ അധിക്ഷേപിക്കുന്നത്. ആ വാർത്ത വിശദമായി പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്. സൈബർ അധിക്ഷേപത്തിനെതിരെ കൊച്ചി സ്വദേശിനിയായ മോഡൽ രംഗത്ത് ആറാട്ടണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കിയുടെ ഒപ്പം നടക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ചാണ് അധിക്ഷേപം. പുഷ്പ 2 കാണാൻ തിയേറ്ററിലെത്തിയപ്പോഴുള്ള ദൃശ്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ റോമയ്ക്കെതിരെ വലിയ രീതിയിലൊരു സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ റോമയുടെ പേര് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിലെ പലയിടങ്ങളിലും പ്രചരിക്കുന്നതായി കാണപ്പെടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ പുഷ്പ 2 സിനിമ കാണാൻ കുടുംബസമേതം തിയേറ്ററിൽ എത്തിയതായിരുന്നു. ആ സമയത്താണ് ഈ ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കിയെ മുൻ പരിചയമുണ്ട്. ആ ഒരു പരിചയത്തിന്റെ പേരിൽ അവിടെ വെച്ച് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു സൂംബ ഡാൻസറും കൂടി ആയതിനാൽ ചില ഡാൻസ് കളിക്കുന്ന വീഡിയോകളൊക്കെ അവിടെ എത്തിയ ഈ ഓൺലൈൻ മീഡിയാസ് അത് ദൃശ്യങ്ങൾ പകർത്തുകയും അത് അവരുടെ പേജുകളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിൻ്റെയൊക്കെ തലക്കെട്ടാണ് വളരെ മോശമായിട്ടുള്ള രീതിയിലായി പ്രചരിക്കുന്നത്. ഈ ആറാട്ടണ്ണൻ്റെ ഗേൾ ഫ്രണ്ടാണ് അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് റോമയ്ക്കെതിരായിട്ടുള്ള ഈ ഒരു തലക്കെട്ടോടുകൂടി ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ റോമയ്ക്കും കുടുംബത്തിനും വലിയ വിഷമങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് ഒരു സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിലൊക്കെ പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തനിക്കിത് വളരെയേറെ വിഷമമുണ്ട് എന്ന് കൂടിയാണ് റോമ പറയുന്നത്. എന്നോടൊപ്പം ഇപ്പോൾ റോമ ചേരുന്നുണ്ട്. റോമ, ഇന്ന് സാധാരണ നമ്മൾ ഈ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരിടത്താണ് കണ്ടുമുട്ടുന്നത്. പക്ഷേ ഇന്ന് വളരെ വ്യത്യസ്തമായി കാണേണ്ടി വരുന്നുണ്ട്. അറിയാം, വളരെയേറെ വിഷമമുണ്ട്. നമ്മൾ അല്പസമയം മുമ്പ് ഇത് സംസാരിച്ചത് കൂടിയാണ്. എന്താണ് ഇന്ന് രാവിലെ സംഭവിച്ചത്? ആക്ച്വലി ഇതൊരു കോയിൻസിഡൻസ് ആണ്. ഞാൻ മൂവിലേക്ക് പോകാനുള്ളൊരു ഉദ്ദേശം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഞാനിവിടെ ഒരു മീറ്റിംഗും ഒരു പ്രോഗ്രാമായി വന്നതായിരുന്നു കൊച്ചിയിൽ. അങ്ങനെയാണ് ആറാട്ടണ്ണൻ ഇങ്ങനെ പുഷ്പ മൂവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓൾറെഡി ടിക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഫാമിലിയായിട്ട് ഇങ്ങനെ കാണാൻ തിയേറ്ററിൽ പോയി. അവിടെ ഒരുപാട് പേരെ കണ്ടു. ലൈക്ക് ആറാട്ടണ്ണൻ പേര്, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി അവരെ മുന്നേ കണ്ടിട്ടുണ്ട്. ഷേസ്കരിൻ്റെ മാരേജിന് പരിചയപ്പെട്ടതാണ്. പക്ഷേ എന്താ പറയുക, ലൈക്ക് അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഇത്രത്തോളം വരുന്ന എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. ലൈക്ക് ഭയങ്കര നെഗറ്റീവ് രീതിയിലുള്ളൊരു കമൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സോഷ്യൽ വർക്ക് ആണെങ്കിലും നമുക്കൊരു പ്രൊഫഷനോ അല്ലെങ്കിൽ ഇത് കൂടെ നമ്മളൊരു ഫാമിലിയായിട്ടൊക്കെ നിൽക്കുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു നെഗറ്റീവ് ഇതാണ്. അപ്പോൾ എന്താണ് ഇത്രത്തോളം ലൈക്ക് ആറാട്ടണ്ണൻ എന്ന് പറയുമ്പോൾ എന്താ ഇത്രത്തോളം ഒരു നെഗറ്റീവ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബിക്കോസ് പേഴ്സണലി എനിക്ക് പുള്ളിക്കാരനെ അറിയില്ല. ബട്ട് ഞാൻ 3-4 തവണ കണ്ടിട്ടുള്ളെങ്കിലും എൻ്റെ അടുത്ത് വളരെ നല്ലൊരു ബിഹേവിയറാണ്.
കാരണം ഈവൻ എൻ്റെ ഒരു ഫ്രണ്ട് ജസ്റ്റ് ഞങ്ങളൊന്ന് മീറ്റ് ചെയ്യാൻ വന്നിരുന്നു മോർണിംഗ് മൂവിക്ക്. അപ്പോൾ അവൻ്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ലയെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് അവൻ കയറി, പുള്ളിക്കാരൻ പുറത്ത് വെയിറ്റ് ചെയ്തു. സോ അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ലൈക്ക് ഇത്രത്തോളം എന്തിനാണ് നമ്മളൊരു വ്യക്തിനെ പറയുന്നേ എന്നൊരു ഇത്, അതും പ്ലസ് എന്നെയും കൂടെ കൂട്ടിച്ചേർത്തപ്പോൾ എനിക്കതൊരു ഭയങ്കര എന്താ പറയുക ഫീലിംഗ് അല്ല, ലൈക്ക് അങ്ങനെ ചെയ്യരുത്. കാരണം ഒരു വ്യക്തിനെ അറിയുന്നില്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ ആണെങ്കിലും നിങ്ങളൊരു സ്ത്രീനെ കുറിച്ച് പറയുമ്പോൾ അത് കണ്ടറിഞ്ഞ് പറയണം. ആക്ച്വലി ഞാൻ ആലോചിച്ചു ആദ്യം ഇതിനെതിരെ ആക്ഷൻ എടുക്കണോ വേണ്ടി, പിന്നെ ഞാൻ ആലോചിച്ചു ഇതിന് ഞാൻ പക്ക വിവരമില്ലായ്മ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരാളുടെ കൂടെ നടക്കുമ്പോഴേക്കും ഒരാളുടെ കാമുകിയാവുക അല്ലെങ്കിൽ ലവറാവുക, ഇത് മനഃപൂർവ്വം അവർക്കൊരു ട്രോളർക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സോ അതിനോട് ഞാൻ അധികം എന്താ പറയുക ഈ ഒരു കേസിനും അതിനൊന്നും പോവാത്തത് എന്താ പറയുക, നമുക്ക് നമ്മുടെ ഒരു മെച്യൂർ ബിഹേവിയർ ആയതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് ഞാൻ ചിന്തിക്കാത്തത്. ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് ആ വീഡിയോ എടുക്കുമ്പോഴൊന്നും അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ രീതിയിൽ പ്രചരിക്കുമെന്ന്. മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു സുഹൃത്തായിക്കോട്ടെ അല്ലെങ്കിൽ മുൻ പരിചയമുള്ള ആളായിക്കോട്ടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുമ്പോൾ അവരുമായിട്ട് ഈ പൊതു ഇടങ്ങളിൽ നിമിഷം പങ്കിടുമ്പോൾ അത് തെറ്റായ രീതിയിൽ വരുന്നത് അത് നിയന്ത്രിക്കേണ്ട ഒരു കാര്യം കൂടിയല്ലേ? അല്ല, അത് തീർച്ചയായിട്ടും അതാണല്ലോ ഞാൻ പറയുന്നത്. നമുക്ക് ഒരാളറിയില്ല, ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും, അതായത് ഏതൊരു ഇപ്പോൾ ഈവൻ എന്താ പറയുക മൂവി ഫീൽഡിലടക്കം ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വരുമ്പോഴാണ് ഞാൻ അതിൻ്റെ ആ ഒരു ആഘാതത്തിലേക്ക് കടന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ പറയും പോലെ വിമനെ എപ്പോഴും ഒരു നെഗറ്റീവ് രീതിയിലേക്ക് സോഷ്യൽ മീഡിയ, എനിക്ക് തോന്നുന്നത് ഈ മീഡിയാസിൻ്റെ ഒരു ചിന്താഗതി തന്നെ ഒരു സ്ത്രീനെ നെഗറ്റീവ് പറയുമ്പോഴാണ് ഹൈപ്പ് കിട്ടുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി മാറ്റിയെടുത്തിട്ട് നല്ലത് പറഞ്ഞാലും ഹൈപ്പ് വരുന്ന രീതിയിൽ അവർക്ക് എന്താ പറയുക പ്രൊമോഷൻസ് ആണെങ്കിലും ചെയ്യാം. വ്യൂവർഷിപ്പ് കൂടുന്നതിന് വേണ്ടി എന്തും പറയാമെന്നൊരു പ്ലാറ്റ്ഫോമായി മാറിക്കഴിഞ്ഞു. അതെ, ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഇപ്പോൾ കുറച്ചും കൂടെ കൂടുതലാണത്. പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസസ് കൂടുന്നു, പ്രൊമോഷൻസ് കൂടുന്നു. അപ്പോൾ അതിനെ ഏത് അതായത് പ്ലസ് ഓർ മൈനസ് അത് ചിന്തിക്കുന്നില്ല. എത്രത്തോളം റീച്ചും ഹൈപ്പും കിട്ടണം, ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് അവർ അത്രയും ഒരു എന്താ പറയുക മാക്സിമം നെഗറ്റീവ് രീതിയിൽ ട്രോൾ ഇറക്കുന്നതും. ആ ട്രോൾ ഇറക്കുന്നതിന് മുന്നേ ചിന്തിക്കുക, ഒരു തവണയെങ്കിലും ചിന്തിക്കണമെന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഒരു സ്ത്രീയാണ്. ഇനിയിപ്പോൾ സ്ത്രീ മാത്രമല്ല, ഒരു പുരുഷനെ കുറിച്ച് പറയുമ്പോഴും അറ്റ്ലീസ്റ്റ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്നല്ല, എനിക്ക് തോന്നുന്നത് സൊസൈറ്റി നമ്മുടെ ഒരു എന്താ പറയുക ഒരു വേ ഓഫ് ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ നമ്മളെ കണ്ടിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ജഡ്ജ് ചെയ്യാതെ നിങ്ങളൊരാളും അറിയില്ലെങ്കിൽ അറിയാതെ നിൽക്കുക. അല്ലാതെ നമുക്ക് അറിയാത്തൊരു വ്യക്തിനെ ഒരു മെൻ്റലി ഇതുപോലെ ഒരു ഹറാസ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് രീതിയിലുള്ളൊരു ഇത് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം നടക്കുന്ന ഈ ഓർഗനൈസേഷനെ പോലും ഒരു തെറ്റായ രീതിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു അല്ലേ? അല്ല, അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. ബിക്കോസ് എന്നെ അറിയുന്നവർക്ക് അറിയാം ഞാൻ എന്താണ് അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ എന്താണെന്ന് എന്നെ അറിയുന്നവർക്ക് അറിയാം. എനിക്കത് കൂടുതലും സൊസൈറ്റീനെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബിക്കോസ് നമ്മളെ പേഴ്സണലി അറിയുന്നവർ എന്നും നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെയാണല്ലോ. കാരണം ഒരുപാട് സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു പ്രൊഫഷനിൽ ഒരുപാട് പൊളിറ്റിക്സ് ഞാൻ നേരിട്ടുണ്ട്. എനിക്ക് എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രമാത്രം മതി. ഞാൻ ഇവിടെ ഇങ്ങനെ നിന്ന് പറയാനുള്ളൊരു കാരണം മാത്രം മീഡിയാസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ചിന്തിക്കുക. ഒന്ന് എന്താ പറയുക, നിങ്ങൾക്കും ഉണ്ട് വീട്ടിൽ, ലൈക്ക് നിങ്ങളുടെ ഫാമിലി ഉണ്ട്, നിങ്ങൾക്ക് മക്കളുണ്ട്. ലൈക്ക് ഞാൻ പറയുന്നത് ഒരു സ്ത്രീനെ കുറിച്ച് പറയുമ്പോൾ ഒരു 10 തവണയെങ്കിലും ആലോചിച്ചിട്ട് വേണം നിങ്ങൾ എന്തും പുറത്ത് പറയാനായിട്ട്. ഇനിയും ഇത്തരത്തിലുള്ള അധിക്ഷേപം തുടർന്നാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള തീർച്ചയായും അവർ പറയുന്ന ഒരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. കാരണം ഇതുപോലെ സൈബറിടത്ത് പല യുവതികളും അധിക്ഷേപത്തിന് ഇരകളാകുന്നുണ്ട്. ഈ വിഷയത്തിൽ ഒരു നിമിഷം തുടരുക നവമി. ഇപ്പോൾ ഈ ആറാട്ടണ്ണൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഈ റോമയെ ഒരു സഹോദരിയെ പോലെ മാത്രമാണ് കാണുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ രീതിയിൽ പല രീതിയിൽ സൈബറിടത്ത് അവരെ അധിക്ഷേപിക്കുന്നുണ്ട് എന്നാണ് ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി ഇൻസ്റ്റഗ്രാം പേജിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. പുഷ്പാട്ടു എനിക്ക് കാണാൻ പറ്റിയില്ല. പുഷ്പാട്ടുവിന്റെ ടിക്കറ്റ് ഞാൻ എൻ്റെ ഒരു സിസ്റ്ററിനെ പോലെ കാണുന്ന റോമ മൻസൂറിനെ കൊടുത്തത്. അവർ സോഷ്യൽ വർക്കർ ചെയ്യുന്ന ആളാണ്, ഭിന്നശേഷികൾക്ക് വേണ്ടിയല്ല. അപ്പോൾ അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത, പക്ഷെ അത് മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് വേറൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. ആറാട്ടൻ്റെ ലവർ അല്ലെങ്കിൽ ആറാട്ടൻ്റെ പെണ്ണ് അങ്ങനെയുള്ള ഒരു അർത്ഥം വന്നു. അങ്ങനെയല്ല, ഞാൻ സ്വന്തം സിസ്റ്ററിനെ പോലെ കാണുന്ന ആളാണ്. വേറെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തത്. ഒരുപാട് ചാറ്റ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഭിന്നശേഷി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആൾക്കാരും
അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി ഫാഷൻ ഷോയും എല്ലാം ചെയ്യുന്ന സുംബോ ട്രെയിനറൊക്കെയാണ്. നോർത്ത് ഇന്ത്യയിലാണ്. പേര് റോമ എന്നാണ്. ഞാൻ എൻ്റെ സ്വന്തം സിസ്റ്ററെ പോലെ കാണുന്ന ഒരാളാണ്. വേറെയൊന്നും എടുക്കരുത്. അവർ മാരീഡാണ്. അവർക്ക് ഹസ്ബൻഡ് ഉണ്ട്. ഒരു 15 വർഷം കുട്ടിയുണ്ട്. വേറെയും എടുക്കരുത് പ്ലീസ്. കാരണം ഒരു ഫാമിലിയെ ബാധിക്കണം. അപ്പോൾ സ്വന്തം സിസ്റ്ററെ പോലെ കാണുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചുള്ള സ്വന്തം സിസ്റ്ററിനെ പോലെയാണ്. ആ രീതിയിൽ എടുക്കുക. മീഡിയ എന്നാവെ പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ വേറെ രീതിയിൽ തെറ്റിദ്ധരിച്ചു. അതായത് ചില ഇത് വന്നിട്ടുണ്ട്. ആ രീതിയിൽ എടുക്കരുത്. കാരണം നമ്മൾ സ്വന്തം സിസ്റ്ററിനെ പോലെ കാണുന്ന ഒരാളാണ്. മറ്റേ രീതിയിൽ പോകണം. അവരുടെ വേദാജകമാണ്. അവരുടെ ഒരു ഫാമിലിയുള്ള ആളാണ്. നവമി ദിനേശിലേക്ക് വീണ്ടും. നവമിക്കൊപ്പം ഈ റോമയും മോഡലായ റോമയും ചേരുന്നുണ്ട്. നവമി, ഈ ആറാട്ടണ്ണൻ പ്രതികരിച്ചിരിക്കുന്നത് ഒരു സഹോദരിയെ പോലെ മാത്രമാണ് ഇവരെ കാണുന്നത്. മറ്റു രീതിയിലൊന്നും അനാവശ്യമായി ഒരു പ്രചരണങ്ങൾ പാടില്ല എന്ന് അയാളുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ വ്യക്തമാക്കുന്നുമുണ്ട്. പക്ഷെ നമുക്കറിയാം ഈ ആറാട്ടണ്ണനൊപ്പമുള്ള പല നടിമാരുടെയും ഒക്കെ വീഡിയോകൾ വളരെ തമാശയായി അല്ലെങ്കിൽ ട്രോളായത് പ്രചരിപ്പിക്കാറുണ്ട്. ഈ സൈബറിടത്ത് ഈ റോമയ്ക്കെതിരെ അല്ലെങ്കിൽ റോമയും ഈ ആറാട്ടണ്ണനെയും കൂട്ടിക്കൊണ്ടുള്ള ഈ ഒരു ഒന്നിച്ചു ചേർത്തുള്ള ഈ വീഡിയോ, ഇതും ഒരു ട്രോളായി മാത്രം വേണമെങ്കിൽ കണ്ടാൽ മതിയായിരിക്കാം. പക്ഷേ അവരെ സംബന്ധിച്ച് ഒരു വീട്ടമ്മയാണ്, ഒരു മോഡലാണ്, പൊതുരംഗത്ത് വളരെ സജീവമായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ അവരെ സ്വാഭാവികമായും ഒരു സ്ത്രീ എന്ന രീതിയിൽ അവരെ മുറിപ്പെടുത്തുമായിരിക്കും. അവരുടെ പ്രൊഫഷനെ അത് ബാധിക്കുമായിരിക്കും. ഏതെങ്കിലും രീതിയിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ആലോചനയുണ്ടോ? അതോ ഈ രീതിയിൽ, ഈ തെറ്റായ രീതിയിൽ ഇതുപോലുള്ള പ്രചരണങ്ങൾ അതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുക, അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ റോമയ്ക്ക്? ടോം, കഴിഞ്ഞ ദിവസം ഈ നടി ഐശ്വര്യ ലക്ഷ്മിക്കും സമാനമായിട്ടുള്ള രീതിയിൽ ഒരു സൈബർ അറ്റാക്ക് നടന്നിരുന്നു. കാരണം ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന സന്തോഷ് വർക്കിക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുവാൻ നിരസിച്ചതുമായി ബന്ധപ്പെട്ട് ഐശ്വര്യ ലക്ഷ്മിയെ സൈബർ ഇടങ്ങളിൽ വല്ലാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അത് ഐശ്വര്യ ലക്ഷ്മി തന്നെ കൃത്യമായിട്ടുള്ള മറുപടിയുമായി രംഗത്തെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഒരു ട്രോളുകളിൽ മാത്രം നിറയുന്ന വ്യക്തിയെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു പെൺകുട്ടിയെ കണ്ടാൽ അവരെ എന്തും പറയാമെന്ന രീതിയിലേക്ക് പല സോഷ്യൽ മീഡിയ, എല്ലാം എന്ന് പറയുന്നില്ല, ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മാറുന്നു എന്നതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം. റോമ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ത്രീയാണ്. ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെയേറെ വിഷമമുണ്ടാവും. കുടുംബത്തിന് അത് അസ്വസ്ഥമായി തോന്നും. അവർക്കും അതിലൊരു വിഷമമുണ്ടാവും. പൊതുയിടങ്ങളിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാകുമ്പോൾ അതിൻ്റെ ആഘാതം ഇരട്ടിയാകും. ഇപ്പോൾ തന്നെ റോമയ്ക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോകൾ, ഈ മോശം തലക്കെട്ടുകളുമായി വരുന്ന വീഡിയോകൾ പലരും റോമയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. നിരന്തരം ഫോൺ വിളികളുണ്ട്. എന്താണിത് എന്നൊക്കെ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയേണ്ടത് റോമ തന്നെയാണ്. അത് വലിയ രീതിയിൽ മാനസികമായിട്ടുള്ള വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ഭാഗം അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പ്രേക്ഷകരെ അല്ലെങ്കിൽ പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ന്യൂസ് 18 അവർ ബന്ധപ്പെടുകയും അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരോട് അറിയിക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ റോമ ഇതിലൊരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. അവർ പറയുന്നത് ഇത്തരത്തിൽ ഇവരുടെ ഒരു വിവരമില്ലായ്മയായി മാത്രമാണ് താൻ ഇതിനെ കണക്കാക്കുന്നത്. അല്ലാതെ ഒരു നിയമ നടപടിയുമായി ഇപ്പോഴത്തെ ഒരു ചർച്ച കഴിഞ്ഞതിന് ശേഷം പിന്നീട് തനിക്കിത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ പലപ്പോഴും തൻ്റെ ജോലിയെ പോലും ഇത് ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പോകുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും ഈ സന്തോഷ് വർക്കി ഒരു വിശദീകരണവുമായി എത്തിയിട്ടുണ്ട്. ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ഇക്കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുകയും ചെയ്തു. അതെ, ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. രാവിലെ 4 മണിക്കൊക്കെ മൂവി, നോർമലി എനിക്ക് പ്രത്യേകിച്ച് അല്ലു അർജുൻ ആൻഡ് ഫഹദ് ഫാസിലിന്റെ ഫാനാണ് ഞാൻ. അപ്പോൾ ഇങ്ങനൊരു മൂവി, രണ്ടുപേരും ഒന്നിക്കുന്നൊരു മൂവി എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഫസ്റ്റ് തന്നെ കാണണമെന്ന് വിചാരിച്ചിറങ്ങിയതായിരുന്നു. അത് ഇത്രത്തോളം ഒരു സെൻസേഷനിലാവുന്നോ അല്ലെങ്കിൽ ഇത്രത്തോളം ഇതിൻ്റെ എന്താ പറയുക, ഇതൊക്കെ കേൾക്കേണ്ടി വരുമെന്നോ അതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറയുന്ന സന്തോഷ് വർക്കി എന്ന് പറയുന്ന പുള്ളി എക്സ് ഓർ വൈ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വളരെ പോസിറ്റീവാണ്. സോ എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് പോസിറ്റീവാണോ, ഞാൻ പൊതുവെ ബാക്ക്ഗ്രൗണ്ട് നോക്കാറില്ല. എൻ്റെ അടുത്ത് പോസിറ്റീവാണെങ്കിൽ ഞാൻ
ഞാൻ തിരിച്ചും പോസിറ്റീവാണ്. നമുക്ക് അത്രയും നോക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരിക്കലും ഒരാളുടെ എന്താ പറയുക ഒരു നടത്തം അല്ലെങ്കിൽ ഒരു അതും കണ്ട് നമ്മളൊരിക്കലും ഒരു ജഡ്ജ് ചെയ്യരുത്. പിന്നെ ഈ പറയുന്ന പോലെ മീഡിയാസിനോട് എനിക്ക് വീണ്ടും പറയാനുള്ളത്, നിങ്ങളോടുള്ളൊരു റിക്വസ്റ്റാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ കേസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും എനിക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എപ്പോഴും ഒരു പീസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സമാധാനപരമായി നീങ്ങുന്നൊരു നേച്ചറും കൂടിയാണ് എൻ്റെ. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ആലോചിച്ച് ചെയ്യുക. പ്രത്യേകിച്ച് ആണോ പെണ്ണോ എന്നൊരു വ്യത്യാസമല്ല അവിടെ. കാരണം ഇത് ആണുങ്ങളെയും ബാധിക്കാം അല്ലേ. ഇത് ഇപ്പോൾ ഞാനൊരു പെണ്ണായതുകൊണ്ട് മാത്രം ഇത്രയും എന്താ പറയുക ഇത്രയ്ക്കധികം എനിക്ക് പറയേണ്ടി വരുന്നത്. പക്ഷേ ഒരു ആണിനും ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അത് നമ്മൾ സമൂഹം കാണുന്നില്ല. സോ എക്സ് ഓർ വൈ നിങ്ങൾ ദയവ് ചെയ്ത് ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഓൾറൈറ്റ്. സോ താങ്ക് യു ന്യൂസ് 18. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടിന് വളരെ താങ്ക്സ് ഉണ്ട്. ടോം, അത് തന്നെയാണ് ഒരു വ്യക്തിയെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതി, അത് ഒട്ടും ന്യായീകരിക്കാൻ കഴിയില്ല. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാതെ ഒരു സൗഹൃദത്തെ അല്ലെങ്കിൽ പൊതുവിടത്തിൽ നടന്ന ഒരു സൗഹൃദമായിട്ടുള്ള സംഭാഷണത്തെ കൂടിക്കാഴ്ചയൊക്കെ ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഇത് വിലങ്ങ് ഇട്ടേ മതിയാകൂ. ഇത് ഒന്നാമത്തെ തവണയല്ല, ഒരാളല്ല ഇങ്ങനെ പരാതിയുമായി രംഗത്തെത്തുന്നത്. നമുക്കറിയാം, ഇതിനു മുൻപും പല തവണയും ഈ സോഷ്യൽ മീഡിയകളുടെ മോശമായിട്ടുള്ള രീതിയിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ്, അതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഈ സെലിബ്രിറ്റികളുടെ ഭാഗത്തു നിന്നും പോലും പരാതികളും അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെയാണ് റോമയ്ക്കും ഇത്തരത്തിലൊരു മോശ അനുഭവം ഉണ്ടായിരിക്കുന്നതും. തീർച്ചയായും നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. റോമ ആണ് ഈ വിഷയത്തിൽ, അതായത് സൈബർ ആക്രമണത്തിൻ്റെ ഇരയായിട്ടുള്ള റോമ ഒരു മോഡലാണ്. അവരാണ് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതുപോലെ ഒരു സ്ത്രീക്കും ഇതുപോലുള്ള അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കാരണം അവരൊരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അവരുടെ പ്രൊഫഷനെ ബാധിക്കാം, കുടുംബജീവിതത്തെ പോലും. കാരണം ഇത് ആറാട്ടനായതുകൊണ്ട് ആളുകൾ അതിനെ ട്രോളായി കാണാം, തമാശയായി കാണാം. പക്ഷേ ഇത് ഒരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഈ രീതിയിൽ സൈബർ ആക്രമണത്തിൽ അല്ലെങ്കിൽ വ്യക്തിപരമായി മറ്റുള്ളവരെ അധിക്ഷേപിക്കുമ്പോൾ തങ്ങൾക്കുമൊക്കെ കുടുംബമുണ്ട് എന്ന സ്വയം തിരിച്ചറിവാണ് ഓരോ ആളുകൾക്കും വേണ്ടത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തെ എതിർത്ത് സർക്കാർ. കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. പോലീസ് അന്വേഷണത്തിൽ പാളിച്ചകളില്ല, കുടുംബത്തിന്റെ ആശങ്കകളും പരിശോധിക്കും. കൊലപാതകമെന്ന ആരോപണത്തിലും അന്വേഷണം നടത്തുമെന്നും സർക്കാർ കോടതിയെ അറിയിക്കും. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, കഴിഞ്ഞ ദിവസം ഈ നവീൻ ബാബുവിന്റെ കുടുംബം സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി CBIയോടും സംസ്ഥാന സർക്കാരിനോടും നിലപാട് തേടിയിരുന്നു. എന്നാൽ സർക്കാർ CBI അന്വേഷണത്തെ എതിർക്കുന്നു. ഇനി കേസ് പരിഗണിക്കുമ്പോൾ ഈ വിഷയം, അതായത് CBI അന്വേഷണം വേണ്ട എന്ന നിലപാടായിരിക്കുമല്ലേ കോടതിയിൽ സർക്കാർ ബോധിപ്പിക്കുക? അതെ ടോം, അത്തരത്തിലാണ് ഇപ്പോൾ സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നാണ്. അതേസമയം പോലീസ് അന്വേഷണം തൃപ്തിയില്ല അന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് കോടതിയിൽ എത്തിയിരുന്നത്. ആ ഹർജിക്ക് മറുപടിയായിട്ടാണ് ഈ ഹർജി ഹൈക്കോടതിയിൽ കുടുംബം സമർപ്പിച്ചിരുന്നു. അതായത് കേരള പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല, പ്രത്യേകിച്ചും ഈ PP ദിജയുമായി ബന്ധപ്പെട്ട് ദിജയെ സംരക്ഷിക്കാനുള്ള ഇടപെടൽ പാർട്ടി തലത്തിൽ നിന്നും സംസ്ഥാന പോലീസിന് അതിനുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു ചൂണ്ടിക്കാട്ടി തന്നെയാണ് കുടുംബം ഹർജി സമർപ്പിച്ചത്. കൊലപാതകമാണോ എന്ന് സംശയമുണ്ട്. അത്തരത്തിലൊക്കെ ഈ ഹർജിയിൽ മെൻഷൻ ചെയ്യുന്ന സാഹചര്യത്തിലാണ് കോടതിയിൽ ഈ നവീൻ ബാബുവിന്റെ ഭാര്യ ഹർജി നൽകിയത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് തന്നെയാണ് ഹർജി നൽകിയത്. പക്ഷേ ഈ CBI അന്വേഷണം ആവശ്യമില്ല, അതായത് കേരള പോലീസിന്റെ അന്വേഷണം ശരിയായ രീതിയിൽ തന്നെയാണ്. കുടുംബത്തിന് എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ ആ ആശങ്ക പരിഹരിക്കും എന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. CBI അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും എതിർക്കുന്ന ഒരു നീക്കമാണ്. അതിൽ പ്രത്യേകിച്ചും ഈ നിലപാട് പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ. ഇത് നാളെ ഹൈക്കോടതിയെ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കുടുംബത്തിന്റെ ആശങ്കകൾ എന്തൊക്കെയാണോ അതെല്ലാം പരിശോധിക്കും. കൊലപാതകം എന്ന ആരോപണത്തിലും അന്വേഷണം നടത്തുമെന്നും സംസ്ഥാന സർക്കാർ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഹർജി നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കാതിരിക്കുകയാണ് സർക്കാരിന്റെ ഈ തീരുമാനം. പോലീസ് അന്വേഷണത്തിൽ പാളിച്ചകൾ ഇല്ല എന്ന് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട്, അദ്ദേഹം ആത്മഹത്യ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം
വേണ്ട എന്നാണ് സർക്കാർ നിലപാട്. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കും. ശിശുക്ഷേമ സമിതിയിലെ കുട്ടികളെ പ്രത്യേക മെഡിക്കൽ ടീമിനെ നിയോഗിച്ച് വൈദ്യ പരിശോധന നടത്താൻ തീരുമാനം. ശിശുരോഗ മാനസികാരോഗ്യ വിദഗ്ധർ അടങ്ങിയ ടീമാണ് പരിശോധിക്കുന്നത്. ടീമിനെ നിയോഗിക്കാൻ ആവശ്യപ്പെട്ട് CWC ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്തു നൽകും. ആയമാർ കുട്ടിയെ ഉപദ്രവിച്ച സംഭവത്തെ തുടർന്നാണ് തീരുമാനം. ആയമാരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി മ്യൂസിയം പോലീസ് വഞ്ചൂർ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഏറെ ചർച്ച ചെയ്ത, നമുക്ക് ഏറെ വേദനിപ്പിച്ചൊരു സംഭവമാണ് 2.5 വയസ്സുകാരിയെ ക്രൂരമായി ഈ ആയമാർ പീഡിപ്പിച്ചെന്ന സംഭവം. ഇതേ തുടർന്ന് ഈ കുട്ടികൾ സ്വാഭാവികമായി അവർ മാനസികമായി വലിയ ആഘാതം ഉണ്ടായി കാണും. ഏത് രീതിയിലായിരിക്കും ഇനി ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ നടപടി ഉണ്ടാവുക? ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി തന്നെയാണ് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും അതോടൊപ്പം മ്യൂസിയം പോലീസിനും കഴിഞ്ഞ ദിവസം പരാതി നൽകിയത്. ആ പരാതിന്മേലായിരുന്നു 3 ആയമാരെ, ഈ 2.5 വയസ്സുകാരിയെ ക്രൂരമായി ശരീരത്തിൽ പൊള്ളലേൽപ്പിക്കുകയും ഞുള്ളുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായത്. അതിന് പിന്നാലെയാണ് CWC ഈ വിഷയത്തിൽ ഈ കൃത്യമായി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് അവിടെ ശിശുരോഗ വിദഗ്ധരെയും മനഃശാസ്ത്ര വിദഗ്ധരെയും ഉൾപ്പെടെ എത്തിച്ച് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യ തലങ്ങൾ വിശദമായി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ക്രമീകരണമാണ് ഒരുക്കുന്നത്. നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കവും കൂടി അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതോടൊപ്പം ഈ 3 പേരെ, അതായത് കഴിഞ്ഞ ദിവസം 3 ആയമാരെയായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. അവർ അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് ഇപ്പോഴുള്ളത്. അവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ വഞ്ചൂർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഇവരെ വിശദമായി ചോദ്യം ചെയ്യുക. ഇതിനോടകം ഈ കുഞ്ഞിനെ ശരീരത്തിൽ ഞുള്ളി പരിക്കേൽപ്പിച്ചതാണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്, ഈ ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇവർ 3 പേരും ഈ ആയമാർ അറസ്റ്റിലാകുന്നതിന് മുമ്പ് അവരുടെ നഖം വെട്ടിക്കളഞ്ഞു. ഇത് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ ഈ വിഷയത്തിൽ ആവശ്യമായിട്ടുണ്ട് എന്ന നിലപാടിലാണ് മ്യൂസിയം പോലീസ്. അങ്ങനെ ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റേതെങ്കിലും കുട്ടികളോട് സമാനമായ വിശദമായ ചോദ്യം ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ 2.5 വയസ്സുകാരിയെ കൂടാതെ കൂടുതൽ കുട്ടികളെ, മറ്റേതെങ്കിലും കുട്ടികളെ ഇവർ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? അത്തരമൊരു പരാതി ഈ ആയമാർക്കെതിരെ ഉണ്ടോ? ഈ കാര്യത്തിൽ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. ആ വ്യക്തതയ്ക്ക് വേണ്ടി തന്നെയാണ് കൂടുതൽ കുട്ടികളിൽ നിന്ന് ഈ മനഃശാസ്ത്ര വിദഗ്ധരുടെ അടക്കം സഹായത്തോടെ കുട്ടികളുമായി നേരിട്ട് സംസാരിച്ച് ഈ വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അവരുടെ സഹായം കൂടി തേടാനുള്ള ഒരു നീക്കം അത് CWCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അവർ കൈമാറുന്ന വിവരങ്ങൾ അത് മ്യൂസിയം പോലീസിനോട് പങ്കുവെക്കും. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുക, കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ചോദ്യം ചെയ്യുക. അങ്ങനെ ചോദ്യം ചെയ്യലിലൂടെ കാര്യങ്ങൾ വ്യക്തത കൈവരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും അവരടക്കം 7 പേരെയാണ് അന്നേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 7 പേരെയും പിരിച്ചുവിട്ടിട്ടുണ്ട്. അതിനിടയിലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ, യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ശിശുക്ഷേമ സമിതിയുടെ ആസ്ഥാനത്തേക്ക് നടക്കുന്നുണ്ടായിരുന്നു. നാളെയും സമാനമായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ശിശുക്ഷേമ സമിതിയും അതോടൊപ്പം തന്നെ അതോടൊപ്പം പോലീസും ഈ വിഷയത്തെ ഗൗരവമായി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് മറ്റാർക്കെങ്കിലും സമാനമായ തരത്തിൽ ഇങ്ങനെ ശാരീരികമായ പീഡനം ഈ ആയമാരുടെ ഭാഗത്ത് വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ ആയമാർ മറ്റേതെങ്കിലും കുട്ടികളെ സമാനമായ രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി 3 പേരെയും കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ്. അറസ്റ്റിലാകും മുൻപ് 3 ആയമാരും തെളിവ് നശിപ്പിക്കുന്നതിനായി നഖം മുറിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.